ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഡുവാണ്. ഡ്രൈ നട്ട്സ് കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യം എടുക്കുന്ന ഡേറ്റ്സ് ആണ്. പല വലുപ്പത്തിൽ, പല നിറത്തിൽ, പല ടേസ്റ്റിൽ നമുക്ക് സാധനം കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം വലുപ്പത്തിൽ, മധുരം അത്യാവശ്യമുള്ളതും അന്നുവെച്ചാൽ അത്ര ഡ്രൈ അല്ലാത്തതുമായിട്ടുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഞെട്ടിയും അതുപോലെ തന്നെ ഈ കുരുവും കളഞ്ഞ് നമുക്കിത് ഓരോന്ന് മാറ്റി വെക്കണം. നമ്മുടെ ബോഡിയിൽ അയേണിൻ്റെ കണ്ടൻറ്റ് കൂട്ടാനും അതുപോലെ തന്നെ വിളർച്ച ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഇത്. മാത്രമല്ല ഷുഗർ രോഗികൾക്ക് ഇത് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മളിവിടെ കുറച്ചധികം തന്നെ ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. കാരണം എന്താ, ഇതൊക്കെ തന്നെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്താ നമ്മുടെ ലഡുവിന് നമ്മൾ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് മിക്സിയിലിട്ടൊന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കണം കേട്ടോ. പിന്നെ എടുക്കുന്നത് ബദാമാണ്. ബദാമും ഉണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളത്. വലുപ്പം കൂടുതലും വലുപ്പം കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ലഡുവിനായതുകൊണ്ട് ഞാൻ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുന്നുണ്ട്. ചെറുതാക്കി അരിയുന്നതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ കുഞ്ഞൻ കത്തിയാണ് കേട്ടോ. മഗ്നീഷ്യം അതുപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെയും കണ്ടൻറ്റ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണ് നമ്മുടെ ബോഡിക്ക്. കയ്യിലുള്ള ബദാമൊക്കെ ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിരുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ളത് വാൾനട്ടാണ്. തലച്ചോറും അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് എന്തൊട്ടൊക്കെ അടങ്ങിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ, മഗ്നീഷ്യം, പ്രോട്ടീൻ, ഫോസ്ഫറസ്, ഒമേഗ 3 എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബുദ്ധി വർദ്ധിക്കാൻ നല്ലതാണെന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഫിഗ്, അതായത് നമ്മുടെ അത്തിപ്പഴം. മലബന്ധം തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വെയിറ്റ് ലോസിനും ഒക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തരിതരിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് ഇതൊക്കെ കുതിർത്താണ് കഴിക്കുക. പക്ഷേ എനിക്ക് കുതിർത്ത് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. ഇനി പാത്രത്തിലോട്ട് ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇടേണ്ട ടൈമാണ് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞതല്ലാണ്ട് വേറെയും കുറച്ചൊക്കെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ബദാം ഇട്ടു, സൺഫ്ലവർ സീഡ് ഇട്ടു, പിന്നെ പംകിൻ സീഡ് ഇട്ടു, പിന്നെ വാൾനട്ട് ഇട്ടു, പിന്നെ നമ്മുടെ ആ 2 അത്തിപ്പഴലി അത് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടു. പിന്നെ ഇടുന്നത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെസമി സീഡ്, അതായത് നമ്മുടെ വെള്ളെള്ള്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്ന മെയിൻ സാധനം ചിയ സീഡ്. പിന്നെയുള്ളത് തന്നെ ഈ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഗ്രേപ്സ് ആണ് കേട്ടോ, അതായത് നമ്മുടെ കിസ്മിസ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ, നമ്മുടെ പാനൊന്ന് നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. ആ നെയ്യ് ചൂടായതിന് ശേഷമാണ് നമുക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റുമെന്ന് അറിയാലോ. അതുപോലെ ഞാൻ ഈ സംഭവം അങ്ങോട്ട് കമഴ്ത്തണ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതാണ് കേട്ടോ ഐറ്റംസ്. നമ്മൾ നേരത്തെ കണ്ട സംഭവങ്ങൾ തന്നെ. സംഭവം നല്ല രീതിയിൽ വറക്കണ പോലെ ചൂടാവണം കേട്ടോ. എന്നാലാണിത് നമുക്ക് കുറച്ചധികം നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഏകദേശം നമുക്ക് 1 മാസത്തോളം യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. കാരണം ഞാനിത് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുക, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ. ഇത് സെറ്റായോ എന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേപ്സൊക്കെ നല്ല രീതിയിലൊന്ന് വീർക്കും. അപ്പോഴാണ് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഡേറ്റ്സ് ചേർക്കേണ്ടത് കേട്ടോ. ഭയങ്കര ഫൈനായിട്ടൊന്നും അരയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി നമുക്ക്. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരയാൻ വേണ്ടിയിട്ട്. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചധികം നേരം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ആ വെള്ളം ഒന്ന് നല്ല രീതിയിൽ വറ്റി അങ്ങോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്നിട്ടിട്ട് കാണിക്കണം. അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. വെള്ളം ഒഴിക്കാതെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എനിക്കിത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വെള്ളം ചേർത്തത്. വെള്ളം ചേർക്കാതെ അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം തന്നെ ഞാൻ ഈ പാത്രത്തിലിട്ടിട്ട് ഈ മാലീസ് കാണിച്ചു കിട്ടാം. നമ്മൾ ഈ ലഡു ഉണ്ടാക്കണതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്തിട്ടാണെന്നറിയോ, നമ്മൾ ഈ സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ ഡ്രൈ നട്ട്സ് ഒക്കെ കൊടുത്തു വിടുമ്പോൾ ഇത് കഴിക്കാൻ ചില സമയത്ത് ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ ഇതുപോലെ ലഡു ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ടൈമിൽ തന്നെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം. കഴിക്കാൻ ടൈം കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. പിന്നെന്താ, സംഭവം ഷുഗർ ഫ്രീയാണ്. അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം. വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് സാധനമാണ് കേട്ടോ അത്. കുറച്ച് മണത്തിനായിട്ട് 1/2 ടേബിൾ സ്പൂണോളം ഞാൻ ഏലക്ക പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അധികം നേരമൊന്നും വയ്ക്കൊന്നും വേണ്ട. ഇതൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ഈ സംഭവം വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഞാൻ ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഒന്ന് ചൂടൊന്നും പെട്ടെന്നൊന്നും ആറി കിട്ടാനാണ് കേട്ടോ. ഇളം ചൂടോടുകൂടി തന്നെ ഇത് ഉരുട്ടാൻ ശ്രമിക്കുക. പിന്നെ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്.
പിന്നെ നമുക്ക് ആ ഇട്ടിരിക്കുന്ന ആ മിക്സ് എടുക്കുക. മിക്സ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടാന്ന് പറയുമ്പോൾ ഒരു നാരങ്ങ വലുപ്പം ഉണ്ടാവില്ലേ, ആ ഒരു വലുപ്പം. ഈ വെള്ളം എന്തിനാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. ഇതുപോലെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി, നമ്മളിപ്പോൾ വണ്ടിയുടെ ഗിയർ മാറ്റില്ലേ, ഒന്ന് ഫ്രണ്ടിലോട്ട്, ഒന്ന് ബാക്കിലോട്ട്, ഒന്ന് റൈറ്റിലോട്ട്, ഒന്ന് ലെഫ്റ്റിലോട്ട്, അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. കാണാൻ നല്ല രസമല്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ഇത്ര ഭംഗിയിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഈ വെള്ള എള്ള് വെച്ചിട്ടില്ലേ, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ, ഒന്ന് അമങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ചെയ്ത് സെറ്റാക്കി വെക്കണം കേട്ടോ. ഇത്ര വലിപ്പം വേണമെന്നൊന്നുമില്ല, ഇതിനേക്കാളും ചെറുതാക്കിയിട്ടായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് വയറ് നിറയും. നമുക്ക് 7 ബോൾസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹെൽത്തിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തായാലും, അത് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.